പട്ടം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ മേൽനോട്ടങ്ങളും വഹിക്കുന്ന ഒരു പൊളി ടീമുണ്ട്. അന്യായ വൈബാണ് അവർ. കലോത്സവ വേദിയിലെ ആദ്യ ദിനം മുതൽ കിട്ടിയ എല്ലാ ചുമതലകളും തകർക്കാൻ തയ്യാറാണ് ഈ മിടുക്കുകൾ. ഞാനിപ്പോ നിൽക്കുന്നത് പട്ടം ഗേൾസ് സ്കൂളിലാണ്. ഇവിടെ NSS ടീമാണ് എന്നോടൊപ്പം ഉള്ളത്. ഇവരെ ഓരോരുത്തരെ പരിചയപ്പെടേണ്ടതുണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഒക്കെ നോക്കുന്നവരെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കണം ഇതെങ്ങനെയാണ് ഇവരുടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എന്നുള്ളത്. നമുക്ക് ചോദിച്ച് മനസ്സിലാക്കി അറിയാം. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ കാര്യങ്ങൾ എല്ലാം വ്യക്തമായിട്ട് പറയുക. എന്താണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളത് എന്നുള്ളതും കൂടി പറയാം. ഒന്നാം ദിവസമാണ് കലോത്സവത്തിന്റെ. എങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കാണുന്നത്? വരുന്ന 5 ദിവസം നിങ്ങൾക്കുള്ള പണികൾ എന്തൊക്കെയാണ്? വരുന്ന പണികളെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഡ്യൂട്ടി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഗ്രീൻ പ്രോട്ടോകോൾ ഉണ്ട്, ലോ ആൻഡ് ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വരുന്ന പോകുന്നവരെയും കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെയും എല്ലാവരെയും നോക്കുന്നുണ്ട്. നിങ്ങൾ പ്രധാനപ്പെട്ട ഇവിടുത്തെ അജണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്രീൻ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ ഗ്രീൻ പ്രോട്ടോകോളിന്റെ പ്ലാസ്റ്റിക് ആരും കുപ്പികൾ അങ്ങനെ ആവശ്യമില്ലാത്ത പ്ലാസ്റ്റിക് കൊണ്ടുപോകുക അങ്ങനെ പ്രത്യേകിച്ച് നിങ്ങൾ ടീമായിട്ട് എല്ലാവരും സെറ്റ് ആയോ? ഇപ്പൊ എല്ലാവരും ഒരു ടീമാണ്, നമ്മളൊരു ഫാമിലിയാണ്. നിങ്ങൾ തമ്മിൽ വേറെ കുശുമ പ്രശ്നങ്ങളൊന്നും ഇല്ല? ഇതൊക്കെ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണോ? നിങ്ങൾ NSSന്റെ പ്രത്യേകത നമ്മൾ ഒന്നാണ്. നിങ്ങൾ എല്ലാവരും എന്താണ് NSS ജോയിൻ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം? സോഷ്യൽ സർവീസ് ഡെവലപ്മെന്റ്. NSSന്റെ പ്രത്യേകത ക്യാരക്ടർ ഡെവലപ്മെന്റ് ആണ്. ക്യാരക്ടർ ഡെവലപ്മെന്റ്, സോഷ്യൽ സർവീസ്. വേറെ ഏതെങ്കിലും അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ചിലർ എന്തിനാണ് വന്നതെന്ന് പോലും അറിയില്ല. പോലെ അല്ല NSS ഒരു പ്രത്യേക എല്ലാവരുമായിട്ട് നല്ല വൈബാണ്. അപ്പൊ ആ വൈബാണെങ്കിൽ ആ വൈബിൽ എനിക്കൊരു പാട്ട് വേണം. നിങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് പാടാം. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെന്തലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടയിൽ നീള പിടയ്ക്കണ മീനാണ്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെന്തലി കരിമീൻ ചെമ്മീന് പെണ്ണിന്റെ കൊട്ടയിൽ നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. ഓക്കെ. അപ്പൊ ഈ വരുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഉറ്റുനോക്കുന്ന കുറെ പേരുണ്ട്. ഇപ്പൊ പുറത്തുനിന്ന് വരുന്നവരായിക്കോട്ടെ, അവര് നിങ്ങളെ തേടി വരുന്നവരുണ്ടാവും. അപ്പൊ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പ് എന്താണ്? നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞങ്ങൾ സ്കൂളിന് വേണ്ടി ചെയ്തിരിക്കും. അത് വരുന്നവരായാലും ഒരു മാറ്റവും ഇല്ലാതെ നമ്മുടെ ഡ്യൂട്ടി എന്താണോ അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യും. കലോത്സവം ഇതുവരെ എങ്ങനെയുണ്ട്? ഇപ്പൊ ചാക്യാർകൂത്ത് നടക്കുകയാണ്. അപ്പം എങ്ങനെയുണ്ട് ഇവിടെ ഇതുവരെയുള്ള നിങ്ങൾ പെർഫോമൻസ് വല്ലതും കണ്ടോ? ഇപ്പം തന്നെ നമുക്ക് പരിചയമില്ലാത്ത ടീച്ചേഴ്സ് വരുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോയാണ് അവരോട് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ നമ്മളോട് പറയാം. പേരൻസ് ആയിരുന്നാലും നമ്മൾ പറയുന്നുണ്ട് എന്തെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മളോട് പറയാം. നമ്മൾ എന്ത് ചെയ്യാനും റെഡിയാണ്. അപ്പൊ എന്തിനും സജ്ജമായി തന്നെയാണ് എന്റെ പുറകിലുള്ള ഈ ടീം നിൽക്കുന്നത്. ഒരുപാട് പേര് ഇവിടെ വരുമ്പോൾ പോലും ഇവർ എൻക്വയർ ചെയ്യാറുണ്ട്. സോ അപ്പോ ആവേശത്തിൽ തന്നെയാണ് ഇവർ കലോത്സവത്തിന് 1-ാം തീയതി തൊട്ട് നിൽക്കുന്നത്. 1-ാം ദിനത്തിൽ നിൽക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും പട്ടം സ്കൂളിൽ ഇവരുടെ തന്നെ ആയിരിക്കും, ഇവരുടെ നേതൃത്വത്തിൽ തന്നെ ആയിരിക്കും ഈ സംഘം ഉള്ളത്. സോ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ബൈ പറഞ്ഞാലോ? ഓക്കെ, 3, 2, 1.